അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 74-ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ഉഹുദിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഖാലിദ് ബിനുൽ വലീദും സംഘവും അപ്രതീക്ഷിതമായി കടന്നു വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാഴ്ച കണ്ട് അത്യുച്ചത്തിൽ അവർക്ക് നിർദ്ദേശം നൽകി. പല രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് യുദ്ധക്കളത്തിലുണ്ടാകുന്നത്. ഒരു വിഭാഗം ആളുകൾ അവർ യുദ്ധക്കളം വിട്ട് ഓടുകയാണ്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച വിഭാഗം, അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റസൂലുള്ളാഹിൻ്റെ ശബ്ദം കേട്ട സന്ദർഭത്തിൽ ശത്രുക്കൾ ആ ദിശയിലേക്ക് വന്ന സന്ദർഭത്തിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അങ്ങേയറ്റ രൂപസാദൃശ്യം ഉണ്ടായിരുന്ന ആ സ്വഹാബി, അവരുടെ മുന്നിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അദ്ദേഹം അവിടെ ഷഹീദാവുകയാണ്. അപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതോടുകൂടെ അത് റസൂലുള്ളാഹിയാണെന്ന് തെറ്റിദ്ധരിച്ച് ചില ആളുകൾ യുദ്ധക്കളത്തിൽ, ശത്രുക്കളിൽപ്പെട്ട ചില ആളുകൾ യുദ്ധക്കളത്തിൽ അട്ടഹസിച്ചു. ഖുതില മുഹമ്മദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ അട്ടഹസിച്ചു. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ രൂപത്തിലുള്ളൊരു കിംവദന്തി അവിടെ പരന്നതോടുകൂടെ മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകളുടെയും അവരുടെ ആ ഒരു പോരാട്ട വീര്യം, അവരുടെ ആ ശക്തിയെല്ലാം ചോർന്നു പോവാണ്. പല ആളുകളും നിരാശരായ ആയുധം തന്നെ താഴെയിടുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടുവെങ്കിൽ ഇനി നമ്മളെന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ചില ദുർബല വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടുവെങ്കിൽ ഇനി നമുക്ക് ആ പഴയ രൂപത്തിലേക്ക് തന്നെ പോകാം, ആ രൂപത്തിലെല്ലാം ചിന്തിക്കുകയാണ്. പക്ഷേ ആ സന്ദർഭത്തിലും ശത്രുക്കളുമായി ധീരമായി പോരടിച്ച്, അതുമാത്രമല്ല ഈ രൂപത്തിൽ നിരാശരായിരിക്കുന്ന ആളുകളെ പ്രചോദിപ്പിക്കുന്ന ചില വാക്കുകൾ പറയുന്ന സ്വഹാബികളെയും ആ യുദ്ധക്കളത്തിൽ കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് സ്വഹീൽ ബുഖാരി തന്നെ കാണുന്ന ഉദ്ധരണിയിൽ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായിട്ടുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യനാണ്. അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ആ യുദ്ധക്കളത്തിൽ നടന്നു നീങ്ങുന്ന സന്ദർഭത്തിൽ ഒരു പറ്റം സ്വഹാബികൾ അവിടെ നിരാശരായ യുദ്ധക്കളത്തിൽ ഇരിക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അദ്ദേഹം അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ എന്തും പ്രതീക്ഷിച്ചാണ് ഈ രൂപത്തിൽ ഇരിക്കുന്നത്? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, കേട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിരിക്കുന്നു, ഇനി നമ്മളെന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു അവർക്ക് നൽകിയ മറുപടി, ഇൻകാന മുഹമ്മദ് ഖദ് ഖുതില ഫഇന്ന റബ്ബ മുഹമ്മദിൻ ലം യഖ്തുൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടുവെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നമ്മുടെ എല്ലാം നാഥനായിട്ടുള്ള, പ്രപഞ്ചനാഥനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിലും ജീവിച്ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടുവെങ്കിൽ ഇനി നമ്മളെന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഖൂമു ഫമൂതു അലാ മാ മാത അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ഏത് മാർഗത്തിലാണോ വധിക്കപ്പെട്ടത് ആ മാർഗത്തിൽ നിങ്ങളും പോരാടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ രക്തസാക്ഷികളാവാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ ഈ രൂപത്തിൽ ഇരിക്കുകയല്ല വേണ്ടത്. ആ രൂപത്തിലുള്ള പ്രചോദനം നൽകുന്ന വാക്കുകളെല്ലാം നൽകി അദ്ദേഹം നടന്നു പോവാണ്. ശത്രുക്കളായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായിട്ട് അദ്ദേഹം നടന്നു നീങ്ങാൻ. ആ നടന്നു നീങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സ്വനഅ ഹഉലാ. ഓ അല്ലാഹ്, എൻ്റെ ഈ അനുചരന്മാർ ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ രൂപത്തിലെല്ലാം സംഭവിച്ചത് അനുസരണക്കേടും അതേ രൂപത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. വ അബ്റഉ ഇലൈക മിമ്മാ സ്വനഅ ഹഉലാ. ഈ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ ചെയ്ത പ്രവൃത്തിയിലും ഞാൻ എൻ്റെ നിരപരാധിത്വം ഞാൻ നിന്നോട് ബോധിപ്പിക്കുകയാണ്. അതും പറഞ്ഞ് അദ്ദേഹം ആ പ്രാർത്ഥനയെല്ലാം നടത്തി അദ്ദേഹം വാളും പിടിച്ച് ശത്രുക്കളുടെ ഇടയിലേക്ക് നടന്നു നീങ്ങാൻ. അവസാനമായിട്ട് വീണ്ടും വഴിയിൽ വെച്ച് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ഉമർ, എങ്ങോട്ടാണ് നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, യാ സഅദ് ഇന്നി അജിദു റീഹഹാ മിൻ ദൂനി ഉഹദ്. ഓ സഅദ്, ഞാൻ ആ സ്വർഗത്തെ കൊതിക്കുന്നുണ്ട്. ആ സ്വർഗത്തിൻ്റെ പരിമളം ആ ഉഹുദ് മലയുടെ അപ്പുറത്ത് നിന്നും ഈ സന്ദർഭത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ ശത്രുക്കളുടെ കൂട്ടത്തിലേക്ക് നടന്നു നീങ്ങാൻ. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം കാണിച്ച ആ ധീരത ഒരിക്കലും എനിക്കോ മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. കാരണം അത്രയും ആ ശത്രുക്കളുടെ കൂട്ടത്തിലേക്ക് ആ വാളും പിടിച്ച് ഒറ്റയ്ക്ക് നടന്നു പോവാണ്. ധീരമായി അവരുമായി പോരാടി അവസാനം അദ്ദേഹം രക്തസാക്ഷിയാകുന്നുണ്ട്. ഉഹുദ് യുദ്ധാനന്തരം ഒരല്പം നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നോക്കുന്ന സന്ദർഭത്തിൽ ഉഹുദ് യുദ്ധാനന്തരം ശരീരത്തിൽ വെട്ടും കുത്തുകളെല്ലാം ആയിട്ട് 80-ലധികം മുറിവേറ്റ് അദ്ദേഹത്തിൻ്റെ ആ ശരീരം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ
യുദ്ധാനന്തരം ആ ശരീരത്തെ പോലും അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അവസാനം ഇത് ആരുടെ ശരീരമാണെന്ന് അവർ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരി വന്ന് ആ വിരൽ തുമ്പ് നോക്കി, അല്ലെങ്കിൽ ആ വിരൽ നോക്കിയിട്ടാണ് സഹോദരിയാണ് ആ ശരീരം പോലും തിരിച്ചറിയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൻ്റെ 23-ാമത്തെ വചനം, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹി അലൈഹി. നേരത്തെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ രൂപത്തിൽ ധീരമായി പോരാടിയ ആളുകളെ സംബന്ധിച്ച് അവരെ ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വചനം തന്നെ അവതരിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ പോലെ തന്നെ ആ ഒരു കിംവദന്തി പരന്ന സന്ദർഭത്തിൽ ധീരമായി പോരാടി മറ്റുള്ള ആളുകളെ പ്രചോദിപ്പിച്ച ചില ആളുകൾ, മറ്റൊന്ന് സാബിത്ത് ബിൻ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം സമാനമായിട്ട് ഒരു പറ്റം അൻസാറുകൾ ഇതേ രൂപത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ മഅ്ശറൽ അൻസ്വാർ ഇൻകാന മുഹമ്മദുൻ ഖദ് ഖുതില ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ഓ അൻസാറുകളെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിലും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫഖാതിലു അൻ ദീനിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മതത്തിന് വേണ്ടി നിങ്ങൾ പോരാടുക. അത് കേട്ട സന്ദർഭത്തിൽ അവരെല്ലാം എഴുന്നേറ്റ്, ആ നിരാശരായിരിക്കുന്ന ആളുകളെല്ലാം എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അവർ ശത്രുക്കളായിട്ട് പോരാടി. അവസാനം ഖാലിദ് ഇബ്നുൽ വലീദിൻ്റെ സംഘമായിട്ട് അവർ ഏറ്റുമുട്ടി. ആ സംഘത്തെ മുഴുവൻ, ഈ ഒരു കൊച്ചു സംഘത്തെ മുഴുവൻ ഖാലിദും സംഘവും അവിടെ വകവരുത്തുന്നുണ്ട്. ഈ രൂപത്തിൽ റസൂലുള്ളാഹി വധിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു കിംവദന്തിയായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുദ് പ്രതിപാദ്യ വിഷയമായിട്ട് കടന്നു വരുന്ന സൂറത്തു ആലി ഇമ്രാനിലെ 144-ാമത്തെ ആ ഒരു വചനം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ദൂതൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നേയും നിരവധി സമാനമായിട്ടുള്ള ഇതേ രൂപത്തിലുള്ള നിരവധി ദൈവദൂതന്മാർ കടന്നു പോയിട്ടുണ്ട്. അഫ ഇൻ മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബിക്കും. അദ്ദേഹം യുദ്ധക്കളത്തിൽ മരണപ്പെടുക അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിൽ പിന്തിരിഞ്ഞു പോവാണോ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, വമൻ യൻഖലിബു അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ. ആരെങ്കിലും ഈ രൂപത്തിൽ പിന്തിരിയുന്ന പക്ഷം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരു ദ്രോഹവും ഏൽപ്പിക്കുന്നില്ല. അതായത് അതിൻ്റെ നഷ്ടം അവർക്ക് തന്നെയാണ്. വസയജിസില്ലാഹു ശാക്കിരീൻ. തീർച്ചയായിട്ടും നന്ദി കാണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായിട്ടുള്ള പ്രതിഫലം നൽകുക എന്നുള്ളതാണ്. ഈ ഒരു മനോഹരമായിട്ടുള്ള വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് ആ ഒരു കിംവദന്തി വന്ന സന്ദർഭത്തിൽ നിരാശരായിട്ടുള്ള ചില ആളുകൾ, അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു ദുർബല വിശ്വാസി കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടുവെങ്കിൽ പിന്നീട് നമ്മളെന്തിനാണ് ഈ ഒരു മതം പിന്തുടരുന്നത്, നമുക്ക് ആ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. അതല്ലെങ്കിൽ മറ്റു ചില ആളുകൾ അവർ സംശയത്തോടു കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുക, അതെങ്ങനെയാണ് സാധ്യമാവുക, ഈ രൂപത്തിലുള്ള സംശയങ്ങളെല്ലാം പ്രകടിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ അവരെ പഠിപ്പിക്കുന്നത്, ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൈവദൂതനാണ്. സമാനമായിട്ട് നിരവധി ദൈവദൂതന്മാർ മുൻകാലത്തും കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്. ചില പ്രവാചകന്മാരെ വധിക്കപ്പെട്ടിട്ടുണ്ട്. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പം അവർ ഏത് രൂപത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞാലും അവരെന്നുള്ള വ്യക്തിയിലേക്കല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, മറിച്ച് അവരുടെ അധ്യാപനങ്ങൾക്കാണ് പ്രസക്തി. മനോഹരമായിട്ടുള്ള ഈ ഒരു ഇസ്ലാമിൻ്റെ പ്രത്യേകത അതൊരു വ്യക്തി കേന്ദ്രീകൃതമല്ല എന്നുള്ളത്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അഷ്റഫുൽ ഖൽഖായിട്ടുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ആ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ അതിനാണ് പ്രസക്തി. ആ അധ്യാപനങ്ങൾ അത് ഖിയാമത്ത് നാൾ വരെ ജീവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു പ്രവചനം കൂടെയാണ് ഈ ഒരു ആയത്ത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആദർശങ്ങൾ അത് എക്കാലഘട്ടത്തും നിലനിൽക്കും എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രവചനം കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഡയറക്റ്റായിട്ട് ആയത്തിലൂടെ നൽകുന്നത്. അപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അദ്ദേഹം നൽകുന്ന അധ്യാപനങ്ങളിലേക്കാണ്. അത് ജീവിച്ചിരിക്കുന്ന കാലത്തും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞാലും നിങ്ങൾ മുറുകെ പിടിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് ഇവിടെ ഭാവി അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വരാനുള്ള ചിലതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിപ്പയർ ചെയ്യുകയും കൂടെ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം കൂടെ കഴിഞ്ഞ് റസൂലുള്ളാഹി യഥാർത്ഥത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് റസൂലുള്ളാഹി വഫാത്തായ സന്ദർഭത്തിലും ഇതേ രൂപത്തിൽ ചില ദുർബല വിശ്വാസികളായിട്ടുള്ള ആളുകൾ സമാനമായിട്ടുള്ള പ്രതികരണം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇനി എന്തിനാണ് റസൂലുള്ളാഹിൻ്റെ മതം നമ്മൾ ഫോളോ ചെയ്യുന്നത്? പല ആളുകളും സക്കാത്ത് നൽകാൻ നിഷേധിച്ച ആളുകൾ, അതേപോലെ തന്നെ അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഹുറൂബ് രിദ്ദകൾ അരങ്ങേറുന്നുണ്ട്. ഇതേ രൂപത്തിൽ ആ മതത്തിൽ നിന്നും പിന്തിരിയാനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്.
അപ്പം അവിടെയും ഈ ഒരു ആയത്ത് ഫിറ്റാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഇനി എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിൽ പോലും, വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി വഫാത്തായ സന്ദർഭത്തിലും അത് വിശ്വസിക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളെ തണുപ്പിക്കാൻ വേണ്ടി ആ സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തത് ഈ ഒരു ആയത്തായിരുന്നു. ഈ ഒരു വചനാണ് അവിടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പാരായണം ചെയ്ത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാനമായിട്ട് അവിടെയും പറയുന്നുണ്ട്, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. സമാനമായിട്ടുള്ള വചനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നുണ്ട്. ആരെങ്കിലും മുഹമ്മദിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും മുഹമ്മദിൻ്റെ നാഥനായിട്ടുള്ള അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഉഹുദിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ അവതരിച്ച ആ ഒരു ആയത്ത് വർഷങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പാരായണം ചെയ്ത സന്ദർഭത്തിലും സ്വഹാബികൾ പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് പാരായണം ചെയ്യുന്നത് വരെ ഇങ്ങനെ ഒരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിയാത്തതുപോലെയായിരുന്നു. നിയന്ത്രണം വിട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ഒരു ആയത്ത് മുമ്പെങ്ങും കേൾക്കാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളത്. അത് പരിശുദ്ധ ഖുർആൻ്റെ ഒരു മുഅ്ജിസത്താണ്. അപ്പോൾ ഖുർആൻ ഈ ഒരു സന്ദർഭത്തിലാണ് ആയത്ത് അവതരിപ്പിക്കുന്നതെങ്കിലും അത് ഖിയാമത്ത് നാൾ വരെ പല സന്ദർഭങ്ങളിലായിട്ട് അത് ഫിറ്റാകും എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നുള്ള വ്യക്തി ഈ ലോകത്തോട് വിട പറഞ്ഞാലും റസൂലുള്ളാഹിൻ്റെ അധ്യാപനങ്ങൾ പരിശുദ്ധ ഖുർആൻ അതെന്നെന്നും ജീവിച്ചിരിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാൻ, അപ്പോൾ ഈ ഒരു കിംവദന്തി ആ ഒരു യുദ്ധക്കളത്തിൽ പരന്ന സന്ദർഭത്തിൽ അത് വകവെക്കാതെ നിരവധി സ്വഹാബികൾ ശക്തമായിട്ട് ധീരമായി പോരാടുന്നുണ്ടായിരുന്നു. രണ്ടാളുകൾ നമ്മൾ പറഞ്ഞു. മറ്റൊരു സ്വഹാബി ധീരമായി പോരാടിയ മറ്റൊരു സ്വഹാബി അംർ ഇബ്നു ജുമൂഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം അൻസാരിയാണ്. മദീനയിലെ പ്രസിദ്ധമായിട്ടുള്ള ബനൂ സലമ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ശാരീരികമായിട്ടൊരു അംഗവൈകല്യമുള്ള സ്വഹാബിയാണ്. കാലിന് മുടന്തുള്ളൊരു സ്വഹാബിയായിരുന്നു. അങ്ങനെ ബദർ ഒരല്പം നമ്മൾ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ബദറിൽ പങ്കെടുക്കാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. പക്ഷേ മക്കൾ, അദ്ദേഹത്തിന് 4 ആൺകുട്ടികളുണ്ട്. ഈ 4 ആൺകുട്ടികളും ഉപ്പയെ പിന്തിരിപ്പിക്കാൻ, ഉപ്പ നിങ്ങൾ ഈ മുടന്നുള്ള കാലും വെച്ച് എങ്ങനെയാണ് യുദ്ധത്തിന് പോവുക, നിങ്ങൾക്ക് ഇളവുണ്ട്, പകരം ഞങ്ങൾ 4 ആളും പോരാടുന്നില്ലേ, ഈ രൂപത്തിലെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് ശഠിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മക്കൾ പിതാവിനെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ വേണ്ടി അവസാനം റസൂലുള്ളാഹിൻ്റെ സഹായം തേടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കേട്ടപ്പോൾ ശരിയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ. അങ്ങനെ ബദറിൽ പങ്കെടുക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അങ്ങനെ ബദർ യുദ്ധാനന്തരം ആ ബദരീങ്ങളുടെ ശ്രേഷ്ഠതയും മഹത്വം എല്ലാം വിവരിച്ച് റസൂലുള്ളാഹിൻ്റെ വാക്കുകളും പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളെല്ലാം വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. കാരണം ആ ഒരു വലിയ അവസരം പാഴാക്കിയതിൽ. പല സന്ദർഭത്തിൽ അദ്ദേഹം മക്കളോട് പറയായിരുന്നു, നിങ്ങൾ കാരണമാണ് എനിക്കത് നഷ്ടപ്പെട്ടത്. ആ രൂപത്തിലെല്ലാം അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റ് ഉഹുദിനുള്ള ആഹ്വാനം വരുന്നത്. അപ്പോൾ ഉഹുദിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉഹുദ് യുദ്ധത്തിനുള്ള ആഹ്വാനം വന്ന ഉടനെ തന്നെ അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ച് എന്തായാലും ഈ യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കും. ആ സന്ദർഭത്തിലും മക്കൾ പഴയതുപോലെ തന്നെ വന്ന് പഴയ അതേ ന്യായം പറഞ്ഞ് ഉപ്പയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ദേഷ്യപ്പെട്ടു. നേരത്തെ തന്നെ നിങ്ങളെ കാരണമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഉഹുദ് യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കും. അദ്ദേഹം ചടിച്ചു. നേരത്തെ പോലെ തന്നെ അവർ റസൂലുള്ളാഹിനെ സമീപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഓ പ്രവാചകരെ, എൻ്റെ മക്കൾ ഇപ്പോഴും ആ പഴയ ന്യായം, ആ മുടന്ത് ന്യായം പറഞ്ഞ് എന്നെ യുദ്ധത്തിൽ തടയാണ്. എനിക്കും ആ പുണ്യം കിട്ടണം. വല്ലാഹി ഈ മുടന്തോടുകൂടെ ആ സ്വർഗത്തിൽ ചവിട്ടണമെന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുകയാണ്. ആ രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ആ താല്പര്യമെല്ലാം കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കളിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ തടയണ്ട. അദ്ദേഹം ആഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ അദ്ദേഹത്തിന് നൽകിയേക്കാം. ഈ ഒരു മറുപടി കേട്ട സന്ദർഭത്തിൽ ആ സ്വഹാബി അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ പോയി ആ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി അവസാനം ഭാര്യയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അദ്ദേഹം ആ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അദ്ദേഹം കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ ഉർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക് വലാ തറുദ്ദനി ഇലാ അഹ്ലി ഖായിബ. ഓ അല്ലാഹ്, എന്നെ ഈ ഒരു യുദ്ധത്തിൽ അല്ലാഹ് നിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകാനുള്ള സൗഭാഗ്യം നീ എനിക്ക് നൽകണേ, അതല്ലാതെ എന്നെ നീ എൻ്റെ കുടുംബത്തിലേക്ക് മടക്കരുത് എന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ആ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ തൻ്റെ വൈകല്യമൊന്നും വകവെക്കാതെ
അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുമായിട്ട് ധീരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഉഹുദിൻ്റെ പടക്കളത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാവാൻ. ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ ഉഹുദ് യുദ്ധാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഷഹീദായി കിടക്കുന്ന ആളുകളെ റസൂലുള്ളാഹി സന്ദർശിച്ച സന്ദർഭത്തിൽ അതിനിടയിൽ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം റസൂലുള്ളാഹിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇമാം അഹ്മദിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി പറഞ്ഞു, അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു 2 കാലുകളും കൊണ്ട് യാതൊരു മുടന്തുമില്ലാതെ ആ സ്വർഗത്തിൽ ഓടിച്ചാടി നടക്കുന്നത് എനിക്കിപ്പോൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം ഉഹുദ് യുദ്ധാനന്തരം ആ രക്തസാക്ഷികളെ ഖബറടക്കിയ സന്ദർഭത്തിലും റസൂലുള്ളാഹി പറഞ്ഞു, ഇദ്ഫനു അംർ ഇബ്നു ജമൂഹ് വ അബ്ദുല്ലാഹി ഇബ്നു ഹറാം. അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരു ഖബറിൽ ഖബറടക്കാൻ വേണ്ടി റസൂലുള്ളാഹി അവരോട് പറയാൻ. അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ആരാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ 2 ആളുകളും വലിയ സുഹൃത്തുക്കളായിരുന്നു. അതുമാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി ഹിന്ദിനെയാണ് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത്. ആ രൂപത്തിലുള്ളൊരു ബന്ധം അവർ തമ്മിലുണ്ട്. അപ്പോൾ അവർ അത്രയേറെ ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഫനു ഹാദൈനിൽ മുതഹാബൈനി ഫി ദുനിയ ഫി ഖബറിൻ വാഹിദ്. ഈ 2 ആളുകൾ, അതായത് അങ്ങേയറ്റം സ്നേഹത്തിലായിരുന്ന ഈ 2 സുഹൃത്തുക്കളെയും ഒരു ഖബറിലടക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ആ ശുഹദാക്കളുടെ ഖബറടക്കെല്ലാം പിന്നീട് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. അപ്പം അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ ആ സന്ദർഭത്തിൽ യുദ്ധക്കളത്തിൽ ധീരമായി പോരാടി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയ മറ്റൊരു സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബിയെ സംബന്ധിച്ചും സീറയുടെ പല ഭാഗത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ചില ആളുകളെങ്കിലും ഓർക്കുന്നുണ്ടാകും. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിയുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം റസൂലുള്ളാഹിൻ്റെ പിതൃവൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകളാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. അതായത് റസൂലുള്ളാഹിൻ്റെ അമ്മായിയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതെല്ലാം ഓർത്തു വെക്കുക. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന് 2 സഹോദരിയും ഒരു സഹോദരനുണ്ട്. ആ 2 സഹോദരിയിൽ ഒരു സഹോദരി കഴിഞ്ഞ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെ സംബന്ധിച്ച് ഞാൻ കേവലം ഒരു പരാമർശിച്ചു പോയിരുന്നു. ഹംന ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിൻ്റെ സഹോദരിയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരി നമുക്കെല്ലാം പ്രസിദ്ധമാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ കടന്നു വരുന്ന റസൂലുള്ളാഹിൻ്റെ ഭാര്യയായ സൈനബ് ബിൻത്ത് ജഹ്ഷാണ്. ഭാര്യയാകാൻ പോകുന്ന സൈനബ് ബിൻത്ത് ജഹ്ഷ് അത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ, അതും നേരത്തെ സീറയിൽ നമ്മൾ പരാമർശിച്ചിരുന്നു. വളരെ മുമ്പ് മക്കി കാലഘട്ടത്തെ 2ാം അബിസീനിയൻ പലായനം വിശദീകരിച്ച സന്ദർഭത്തിൽ അബിസീനിയയിൽ വെച്ച് മരണപ്പെടുന്ന ഒരു മുസ്ലിം, നേരത്തെ ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തി ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവർ വിധവയായി. പിന്നീട് അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നുണ്ട്. ആ ചരിത്രം എല്ലാ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ. ഇനി നമ്മൾ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ സീറയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തും ഈ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബദറിന് ശേഷം സീറയുടെ 56ാമത്തെ ഭാഗത്ത് ബദറിന് ശേഷമുള്ള ചില സൈനിക സംരംഭങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ ആ ഭാഗത്ത് പ്രധാനമായിട്ട് വിശദീകരിച്ചത് ആ സരിയത്തു നഖ്ല എന്നറിയപ്പെടുന്ന ഒരു സൈനിക സംരംഭത്തെ സംബന്ധിച്ചായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് ശേഷം ശത്രുക്കളെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി ഈ സ്വഹാബിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അയച്ചു. അവർ പവിത്ര മാസമായിരുന്നു, പക്ഷേ അവർ അവിടെ വെച്ച് ഒരു ശത്രുവിനെ വധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് സൂറത്തുൽ ബഖറയുടെ 217ാമത്തെ വചനം യസ്അലൂനക അനി ഷഹരിൽ ഹറാം, ആ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിലെല്ലാം കാരണാക്കി തീർത്ത ആ സൈനിക സംരംഭം, അതിന് നേതൃത്വം നൽകിയതും ഈ പറയപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നമ്മൾ ഉഹുദിൻ്റെ ചരിത്രത്തിലേക്ക് വരാണ്. ഈ സ്വഹാബി ഉഹുദ് യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ വളരെ വികാരനിർഭരായിട്ടുള്ളൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സ്വഹാബിയിലേക്ക് പിന്നീട് നമ്മൾ വരും. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉഹുദ് യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അലാ തദ്ഉല്ലാഹ്, നമുക്ക് രണ്ടാക്കും പോയി അള്ളാഹിനോട് പ്രാർത്ഥിക്കല്ലേ. അങ്ങനെ ഞങ്ങൾ 2 പേരും ആ ഉഹുദിൻ്റെ താഴ്വരയിൽ ആ മലയുടെ ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് ഞങ്ങൾ പോയി. ഞങ്ങൾ 2 ആളും കൈകൾ ഉയർത്തി. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫദഅവ്തു, അതിനുശേഷം ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ അല്ലാഹ്, ആ യുദ്ധക്കളത്തിലെ ശത്രുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരനായിട്ടുള്ള ഒരു ശത്രുവിനെ നേരിടാനുള്ള ഒരു അവസരം നീ എനിക്ക് നൽകണേ. അങ്ങനെ അയാളുമായി പോരാടി അവസാനം അയാളെ കീഴടക്കാനുള്ള ഒരു കരുത്ത് നീ എനിക്ക് നൽകണേ. അതായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥന.
അപ്പോൾ ആ പ്രാർത്ഥന കേട്ട സന്ദർഭത്തിൽ സമീപത്തുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു അതിന് ആമീൻ പറഞ്ഞു. അതിനുശേഷം അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു തൻ്റെ കൈകൾ ഉയർത്തി മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓ അല്ലാഹ്, എനിക്കും സമാനമായിട്ട് യുദ്ധത്തിൽ ശക്തനായിട്ട് അല്ലെങ്കിൽ ഒരു വീരപരാക്രമിയായിട്ടുള്ള ഒരു ശത്രുവിനെ ഏറ്റുമുട്ടാൻ വേണ്ടി നീ തരണേ. ഞാൻ അയാളുമായിട്ട് ശക്തമായി പൊരുതും, അവസാനം അവൻ എന്നെ കീഴടക്കും. അവൻ എന്നെ കീഴടക്കി അതിനുശേഷം എൻ്റെ കാതും എൻ്റെ മൂക്കും, അതായത് എൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങളെല്ലാം വെട്ടി അവൻ എന്നെ അംഗഭംഗം ചെയ്യും. അതൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ ലോകത്തോട് ഞാൻ വിട പറയും. അതിനുശേഷം നാളെ ഇദാ ലഖീതു ഗദൻ, നാളെ ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നീ എന്നോട് ചോദിക്കും, എവിടെ നിൻ്റെ അവയവങ്ങൾ? ആ സന്ദർഭത്തിൽ ഞാൻ നിൻ്റെ മുന്നിൽ അഭിമാനത്തോടു കൂടെ പറയും, അഖൂലു ഫീക വഫീ റസൂലിക യാ റബ്ബ്, നിനക്കും നിൻ്റെ പ്രവാചകനും വേണ്ടി ഞാൻ അതെല്ലാം ത്യജിച്ചു. ആ സന്ദർഭത്തിൽ ഫതഖൂലുലി, ആ സന്ദർഭത്തിൽ നീ എന്നോട് പറയും, സ്വദഖ്ത, നീ സത്യം പറഞ്ഞിരിക്കുന്നു. ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ് അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് നടത്തിയത്. ആ പ്രാർത്ഥന കേട്ട് നിന്ന സമീപത്തുണ്ടായിരുന്ന സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി ലഖദ് കാന ദഅവതു അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് ഖൈറും മിന്നി ദഅവതി, അതായത് എൻ്റെ പ്രാർത്ഥനയേക്കാൾ എത്രയോ മനോഹരായിരുന്നു അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥന. അങ്ങനെ അദ്ദേഹം ആ പ്രാർത്ഥനയെല്ലാം നടത്തി. ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഉഹുദിൻ്റെ ആ രണാങ്കണത്തിലേക്ക് വന്ന് അവിടെ ധീരമായി പോരാടി. അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു ശത്രു വന്ന് കീഴടക്കുകയാണ്. അങ്ങനെ നമ്മളൊരൽപ്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ ഉഹുദ് യുദ്ധാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർ ആ ഉഹുദ് യുദ്ധക്കളത്തിൽ അവിടെ ഷഹീദായി കിടക്കുന്ന ആളുകളുടെ ആ ശരീരങ്ങൾ പരിശോധിച്ച സന്ദർഭത്തിൽ ഒരു ഭാഗത്ത് ഒരു കെട്ടിത്തൂക്കിയ ഒരു ശരീരം കാണാൻ, ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയ ഒരു ശരീരം കാണാം. അത് മാത്രമല്ല, ആ ശരീരത്തിലുള്ള അവയവങ്ങളെല്ലാം, കാതും മൂക്കെല്ലാം അരിഞ്ഞ രൂപത്തിൽ, അതെല്ലാം അരിഞ്ഞ് ഒരു മാലയിൽ കോർത്തിട്ടിരിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിച്ചു. ഈ രൂപത്തിലാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന അപ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. ആ രൂപത്തിൽ ശക്തമായി പോരാടി അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവും ഉഹുദിൻ്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയാവാൻ. അപ്പോൾ ചുരുക്കത്തിൽ ഈ രൂപത്തിൽ ഉഹുദിൻ്റെ ആ രണ്ടാം ഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ അവിടെ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്, മറ്റൊരു വിഭാഗം ആളുകൾ അവർ പിന്തിരിഞ്ഞോടി. ഇനി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്നുള്ള ആ ഒരു കിംവദന്തി അവിടെ പരന്നെങ്കിലും എന്താണ് റസൂലുള്ളാഹിക്ക് യുദ്ധക്കളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇനി നമ്മൾ ക്യാമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തായിരുന്നു സംഭവിച്ചത്? അപ്പോൾ ഖാലിദും സംഘവും അപ്രതീക്ഷിതമായിട്ട് ആ യുദ്ധക്കളത്തിലേക്ക് രണ്ടാമത് വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി യുദ്ധക്കളത്തിൻ്റെ വലതുഭാഗത്ത് അങ്ങേയറ്റത്ത് ആ ടെൻറ്റിന് സമീപത്തായിരുന്നു റസൂലുള്ളാഹി ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരല്പം ആളുകൾ മാത്രം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്, ആ ഒരു സീൻ അദ്ദേഹം പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഫ്രിദ യൗമ ഉഹുദും ഫീ സബഅത്തി മിനൽ അൻസ്വാർ വറജുലൈനി മിൻ ഖുറൈശ്. ആ ഉഹുദ് യുദ്ധദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 അൻസ്വാറുകളുടെയും 2 ഖുറൈശികളുടെയും കൂടെയായി യുദ്ധക്കളത്തിൻ്റെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയി. അതായത് വെറും 9 ആളുകൾ മാത്രമാണ് റസൂലുള്ളാഹിൻ്റെ കൂടെയുള്ളത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മൻ യറുദ്ദുഹും അന്ന വലഹുൽ ജന്ന, എന്നെ ശത്രുക്കളിൽ നിന്നും തടുക്കുന്ന ആളുകൾക്ക്, എന്നെ പ്രതിരോധിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി പറഞ്ഞു, റഫീഖി ഫിൽ ജന്ന, അവർ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരായിരിക്കും. അത് കേട്ട ഉടനെ തന്നെ ആ 2 ഖുറൈശികളിൽ ഒരാൾ ത്വൽഹ ഇബ്നു ഉബൈദില്ല, പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി റളിയല്ലാഹു അൻഹു, ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. ത്വൽഹ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി അദ്ദേഹത്തെ തടഞ്ഞു. അതിനുശേഷം അൻസാറുകളിൽപ്പെട്ട മറ്റൊരു സ്വഹാബി മുന്നോട്ട് വന്നു. അദ്ദേഹം ആ മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ശത്രുക്കളായി പോയി ധീരമായി പോരാടി അവസാനം അദ്ദേഹം അമ്പേറ്റ് വാങ്ങി ഷഹീദാവാണ്. അദ്ദേഹം ഷഹീദായി ഉടനെ തന്നെ ഓരോ ആളുകൾ മരിക്കുന്ന സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഴയ ചോദ്യം തുടർന്നു കൊണ്ടിരിക്കുകയാണ്, മൻ യറുദ്ദുഹും അന്ന വലഹുൽ ജന്ന. ആ സന്ദർഭങ്ങളിലെല്ലാം ത്വൽഹ റളിയല്ലാഹു അൻഹു പോകാനിരിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം റസൂലുള്ളാഹി അദ്ദേഹത്തെ തടയുന്നുണ്ട്. അവസാനം ഒന്നിനു പിറകെ മറ്റൊന്നായി പോയി ആ 7 അൻസാരി സ്വഹാബികളും അവിടെ രക്തസാക്ഷിയാവാണ്. ഇനി റസൂലുള്ളാഹി അതായത് 7 ആളുകളും ഷഹീദായി. ഇനി റസൂലുള്ളാഹിൻ്റെ കൂടെ ഈ സന്ദർഭത്തിൽ യുദ്ധക്കളത്തിലുള്ളത് വെറും 2 ഖുറൈശികൾ മാത്രമാണ്. ഒന്ന് ത്വൽഹ ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു നേരത്തെ റസൂലുള്ളാഹി ചോദിക്കുന്ന സന്ദർഭത്തിലുടനീളം പോകാനിരിക്കുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. കാരണം അദ്ദേഹം സമർത്ഥനായിട്ടുള്ള അമ്പെയ്ത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ അവസാനം ഉപയോഗിക്കാൻ വേണ്ടി റസൂലുള്ളാഹി വെച്ചതാണ്. ഈ ഒരു പോയിന്റിൽ 2 ആളുകൾ മാത്രം. സ്വഹീഹ് മുസ്ലിമിൽ
അബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ലം യബ്ഖാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കൂടെ ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഒരു സന്ദർഭത്തിൽ രണ്ട് ആളുകൾ മാത്രമാണ് അപശയിച്ചത്. അത് ത്വൽഹ അതേപോലെ തന്നെ സഅദ് റളിയല്ലാഹു അൻഹുമായി രണ്ടാളുകൾ മാത്രം. അവരെങ്ങനെയാണ് റസൂലുള്ളാഹിനെ ഡിഫെൻഡ് ചെയ്തത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കും, അല്ലാഹു അലം, ഈ ഒരു പോയിന്റിലായിരിക്കണം സിറിയയിലെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ചില നിമിഷങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ യുദ്ധക്കളത്തിൽ ശക്തമായിട്ടുള്ള ചില മുറിവുകൾ ഏൽക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറയാൻ വയ്യ. അല്ലാഹു അലം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഉഹുദ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ആ ക്രൊണോളജിയിലുള്ള ഒരു പ്രശ്നം, നിരവധി സംഭവങ്ങളുണ്ട്, പക്ഷേ യുദ്ധത്തിൻ്റെ ഏത് പോയിന്റിലാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ വയ്യ. ഈ ഒരു സന്ദർഭത്തിൽ രണ്ടാളുകൾ മാത്രമാണ് കൂടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ആ കിട്ടിയ അവസരം അവർ കൃത്യമായിട്ട് മുതലെടുക്കുകയാണ്. ആ ശത്രുക്കളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ റസൂലുള്ളാഹിക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കുകയാണ്. കാരണം റസൂലുള്ളാഹിനെ വധിക്കൽ തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതേ സന്ദർഭത്തിൽ ശത്രുപക്ഷത്ത് തന്നെ വെട്ട മറ്റൊരു വിഭാഗം ആളുകൾ അവർ റസൂലുള്ളാഹി വധിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു കിംവദന്തി വിശ്വസിച്ച് മറ്റൊരു ഭാഗത്താണ്. പല രൂപത്തിലുള്ള സീനുകളാണ് ആ യുദ്ധക്കളത്തിൽ അരങ്ങേറുന്നത്. ഈ ഒരു അവസരത്തിൽ ശത്രുക്കളിൽപ്പെട്ട നീചനായിട്ടൊരു വ്യക്തി ഉത്ബ ഇബ്ൻ അബി വഖാസ് ലഅനഹുല്ലാഹ്, അയാൾ കിട്ടിയ അവസരത്തിൽ ഒരു വലിയ കല്ലെടുത്ത് സർവ്വശക്തി ഉപയോഗിച്ച് റസൂലുള്ളാഹിക്ക് നേരെ എറിയാണ്. ആ കല്ല് വന്ന് റസൂലുള്ളാഹിൻ്റെ പുണ്യമുഖത്ത് വന്ന് പതിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ കീഴ്ചുണ്ട് മുറിഞ്ഞ് താഴ്ഭാഗത്തുള്ള വലത്തെ പല്ല് പൊട്ടുകയാണ്. അത്രയും ശക്തിയിലാണ് ആ കല്ല് വന്ന് പൊതിച്ചത്. ചിന്തിച്ചൊക്കെ, ഈ എറിഞ്ഞ വ്യക്തി, ആ നീചൻ ഉത്ബ ഇബ്ൻ അബി വഖാസ്, അയാളുടെ സഹോദരനാണ് അപ്പുറത്ത് റസൂലുള്ളാഹിനെ സംരക്ഷിക്കുന്നത്. അതായത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ് ഈ എറിഞ്ഞത്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ യുദ്ധക്കളത്തിൽ ആ സഹോദരനെ വധിക്കാൻ വേണ്ടി പിന്തുടർന്നു. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിന് അയാളെ കിട്ടുന്നതിന് മുമ്പ് തന്നെ സ്വഹാബികളിൽപ്പെട്ട മറ്റൊരു സ്വഹാബി ഹാത്തിബ് ഇബ്ൻ അബി ബൽതഅ റളിയല്ലാഹു അൻഹു ഈ ഉത്ബയുടെ കഥ കടിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ റസൂലുള്ളാഹിൻ്റെ മുഖത്ത് ശക്തമായിട്ടുള്ളൊരു മുറിവേൽക്കുകയാണ്. അത് കാരണം പല്ലും പൊട്ടുകയാണ്. അവിടെയും തീർന്നില്ല, വീണ്ടും അബ്ദുല്ലാഹ് ഇബ്നു ശിഹാബ് ലഅനഹുല്ലാഹ്, മറ്റൊരു ശത്രു, അയാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിലും മുറിവേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ മുഖത്ത് തന്നെ ഈ രൂപത്തിലുള്ള 2 മുറിവുകൾ. അതിനുശേഷം അതിനേക്കാൾ വേദനിപ്പിക്കുന്ന മറ്റൊന്ന്, ശത്രുപക്ഷത്തുണ്ടായിരുന്ന മറ്റൊരു നീചൻ അബ്ദുല്ലാഹി ഇബ്നു ഖമിയ ലഅനഹുല്ലാഹ്, അയാളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതും അതേപോലെ തന്നെ ഉഹുദിൻ്റെ യുദ്ധക്കളത്തിൽ നിരവധി മുസ്ലിങ്ങളെ ഇയാൾ വെട്ടി പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഖമിയ റസൂലുള്ളാഹിൻ്റെ സമീപത്ത് വന്ന് അയാൾ ശക്തമായിട്ട് റസൂലുള്ളാഹിൻ്റെ ചുമലിൽ വെട്ടുകയാണ്. റസൂലുള്ളാഹിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വെട്ടിയ സന്ദർഭത്തിൽ ആ വെട്ട് റസൂലുള്ളാഹിൻ്റെ അങ്കിക്കാണ് കൊള്ളുന്നത്. കാരണം ഓർക്കുന്നുണ്ടാവും, ഉഹദിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി 2 പടയങ്കിയെല്ലാം ധരിച്ചിരുന്നു. പക്ഷേ ആ വെട്ടിൻ്റെ ശക്തി കാരണം റസൂലുള്ളാഹി പറയുന്നുണ്ട്, പിന്നീട് 1 മാസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് വേദന സഹിക്കേണ്ടി വന്നു എന്നല്ല, അത്രയും ശക്തമായിട്ടായിരുന്നു അയാൾ വെട്ടിയത്. അവിടെ അയാൾ നിർത്തുന്നില്ല. അതിനുശേഷം റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി തന്നെ കയ്യിലുണ്ടായിരുന്ന വാള് സർവ്വശക്തി ഉപയോഗിച്ച് റസൂലുള്ളാഹിൻ്റെ തലക്ക് നേരെ വാളോങ്ങുകയാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ടായിരുന്നു, ഖുദ്ഹ വഅന ഇബ്നു ഖമിയ, ഇന്ന പിടിച്ചോ, ഞാൻ ഇബ്നു ഖമിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹിൻ്റെ തലക്ക് നേരെ വാളോങ്ങിയത്. അപ്പോൾ ഉടനെ തന്നെ സമീപത്തുണ്ടായിരുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ആ കാഴ്ച കണ്ട ഉടനെ തന്നെ ആ വാളിൻ്റെ നേർക്ക് എടുത്തു ചാടുകയാണ്. ആ വാളിൻ്റെ നേരെ എടുത്തു ചാടി ആ വെട്ട് തടുക്കാൻ വേണ്ടി ത്വൽഹ റളിയല്ലാഹു അൻഹു ശ്രമിച്ചെങ്കിലും പൂർണ്ണമായിട്ട് വിജയിച്ചില്ല. ആ വെട്ടിൻ്റെ ആ പ്രഹരത്തിൻ്റെ ശക്തി കുറക്കാൻ അത് കാരണം സാധിച്ചു. പക്ഷേ ആ വെട്ട് വന്ന് നേരിയ വ്യത്യാസത്തിന് റസൂലുള്ളാഹിൻ്റെ തലയുടെ ഭാഗത്തു നിന്ന് മാറി ആ കവിളിൻ്റെ ഭാഗത്ത് വന്ന്, അതായത് റസൂലുള്ളാഹി തലയിലൊരു ഉരുക്കുതൊപ്പി അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് ധരിച്ചിരുന്നു, ആ ഹെൽമെറ്റിൽ വന്ന് പതിക്കുകയാണ്. അപ്പോൾ ആ വെട്ടിൻ്റെ ശക്തി കാരണം റസൂലുള്ളാഹിൻ്റെ ആ ഹെൽമെറ്റിലുണ്ടായിരുന്ന 2 ലോഹക്കണ്ണികൾ, 2 ഇരുമ്പ് കണ്ണികൾ, അത് റസൂലുള്ളാഹിൻ്റെ 2 കവിളിലേക്കും ആഴ്ന്നിറങ്ങുകയാണ്. അവിടെ നിന്ന് ആ 2 കവിളിൽ നിന്നും രക്തം ധാരയായി ഒഴുകാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുണ്ടായിരുന്ന ആ നീചനോട്, ഇബ്നു ഖമിയോട് റസൂലുള്ളാഹി പറഞ്ഞു, അഖ്മ അക്കല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ നിന്ദിക്കട്ടെ. ഈ ഒരു സംഭവത്തെ വിവരിക്കുന്ന സന്ദർഭത്തിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായിട്ടുള്ള ഫതഹുൽ ബാരിയിൽ സൂചിപ്പിക്കുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ ആ ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ഏറെ വൈകാതെ തന്നെ ഈ നീചനായിട്ടുള്ള വ്യക്തി യുദ്ധാനന്തരം അയാളുടെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഒരു മലമുകളിലേക്ക് പോയ സന്ദർഭത്തിൽ അവിടെ വെച്ച് അയാളുടെ സ്വയം ആടുകൾ അയാളെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം ആ മലമുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് ആ രൂപത്തിൽ നിന്ദ്യമായിട്ടുള്ളൊരു മരണം ഈ ഇബ്നു ഖമിയക്ക് ഏറ്റുവാങ്ങേണ്ടി വരാണ്. അപ്പോൾ ആ രൂപത്തിൽ മുഖത്ത് പരിക്കേറ്റതിന് പുറമെ പിന്നീട് യുദ്ധത്തിൻ്റെ ഏതോ ഒരു സന്ദർഭത്തിൽ, ആ പോയിന്റ് ഏതാണെന്ന് അല്ലാഹു അലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ആമിർ അൽ ഫാസിഖ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഹൻദല റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്, അയാൾ കുഴിച്ചൊരു ചതിക്കുഴിയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൻ്റെ ഏതൊരു പോയിന്റിൽ ആ കുഴിയിൽ വീഴുന്നുണ്ട്. അത് കാരണം റസൂലുള്ളാഹിൻ്റെ കാൽമുട്ടിന് മുറിവേൽക്കുന്നുണ്ട്. പിന്നീട് ഒരു അല്പസമയത്തിന് ശേഷം
അലി റളിയല്ലാഹു അൻഹുവാണ് റസൂലുള്ളാഹിനെ കുഴിയിൽ നിന്ന് പിടിച്ചു ഉയർത്തുന്നത്. ഇപ്പോൾ സീറയിൽ റസൂലുള്ളാഹിൻ്റെ സീറയിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ചില നിമിഷങ്ങളാണ് ഉഹുദിൻ്റെ രണാങ്കണത്തിൽ നമ്മൾ കാണുന്നത്. എത്രയേറെ മുറിവുകളാണ് റസൂലുള്ളാഹി അവിടെ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിൻ്റെ ആ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഓ പ്രവാചകരെ, ഹൽ അതാ അലൈക യൗമൻ കാന അശദ്ദു മിൻ യൗമി ഉഹദ്. സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഓ പ്രവാചകരെ, ഉഹദിനേക്കാൾ പ്രയാസകരമായിട്ടുള്ളൊരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ചോദ്യം. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫാണ് മറുപടിയായിട്ട് നൽകുന്നത്. കാരണം ഉഹദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായിട്ടുള്ള മുറിവുകൾ മാത്രമാണ് സമ്മാനിച്ചതെങ്കിൽ ത്വായിഫ് രണ്ട് മാനസികവും ശാരീരികമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള മുറിവുകളാണ് ത്വായിഫ് ഏൽപ്പിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ അത് ചോദിക്കുന്നത് കാരണം അത് അത്രയേറെ മുറിവുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഉഹദിൻ്റെ രണാങ്കണത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. റസൂലുള്ളാഹിൻ്റെ മുഖത്ത് നിന്നും ആ ലോഹക്കണ്ണികൾ പോയത് ആ വെട്ടേറ്റത് കാരണമെല്ലാം രക്തം ധാരയായിട്ട് ഒഴുകുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി മുഖത്തുള്ള രക്തം തുടച്ചുകൊണ്ട് ചില വാക്കുകൾ പറയുന്നുണ്ട്. സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉഹദിൻ്റെ ദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾ പൊട്ടി, അതേപോലെ തന്നെ തലക്ക് മുറിവേറ്റു. മുഖത്ത് നിന്ന് രക്തം ധാരയായി ഒലിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി മുഖത്തുള്ള ആ രക്തം തുടച്ചുകൊണ്ട് പറഞ്ഞു, കൈഫ യുഫ്ലിഹു ഖൗമുൻ ശജ്ജു നബിയഹും. അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ പ്രവാചകൻ ഈ രൂപത്തിൽ മുറിവേൽപ്പിച്ച ഒരു ജനത, കൈഫ യുഫ്ലിഹു, അവരെങ്ങനെ വിജയിക്കാനാണ്? റസൂലുള്ളാഹിൻ്റെ ഈ ഒരു പ്രതികരണം അതിനെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു തആല തിരുത്തുന്നുണ്ട്. നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉഹദ് പ്രതിപാദ്യ വിഷയമായിട്ട് കടന്നു വരുന്ന സൂറത്ത് ആലി ഇമ്രാൻ്റെ 128 ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അത് റസൂലുള്ളാഹിൻ്റെ ഈ ഒരു പ്രതികരണമായിട്ട് ബന്ധപ്പെട്ടാണ്. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൈസ ലക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഓ പ്രവാചകരെ, കാര്യങ്ങളുടെ തീരുമാനത്തിൽ അതല്ലെങ്കിൽ ഒരാളുടെ വിധി ആത്യന്തികമായിട്ട് പ്രസ്താവിക്കുന്നതിൽ താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല. ഒരാൾക്ക് പുറത്തു കൊടുക്കണോ അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കണോ എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തീരുമാനിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് ഈ രൂപത്തിൽ നിങ്ങളോട് ശക്തമായിട്ടുള്ള അക്രമം അവർ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അവസാനം ഫഇന്നഹും ളാലിമൂൻ, അവർ ഈ രൂപത്തിൽ പ്രവർത്തിക്കുക വഴി തീർച്ചയായിട്ടും അവർ അക്രമികളാണ്. പക്ഷേ എന്നാലും ആ രൂപത്തിൽ അവർ വിജയിക്കില്ല, അല്ലെങ്കിൽ അവരുടെ വിധി എന്നുള്ളത് അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ടുള്ള ഭാഷയിൽ തിരുത്താണ്. എത്ര വലിയ പാടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്നത്. കാരണം ഹിദായത്ത് എന്നുള്ളത് അയാളെ ശിക്ഷിക്കണോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ വിജയിപ്പിക്കണോ എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം തീരുമാനിക്കുന്ന കാര്യമാണ്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സന്ദേശം ആ സന്ദേശം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രവാചകന്മാരുടെ ദൗത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ റഅദിൻ്റെ 40-ാമത്തെ വചനത്തിലും ഫഇന്നമാ അലൈക്കൽ ബലാഗ് വ അലൈനൽ ഹിസാബ്, താങ്കളുടെ മീതെ ഈ സന്ദേശം എത്തിക്കുക എന്നുള്ള പ്രബോധനം മാത്രമാണ് നിങ്ങളുടെ ബാധ്യത. അവരുടെ ഹിസാബ്, അവരുടെ കണക്ക് നോക്കുന്നത് അത് എൻ്റെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കില്ല, ഇനി ആഗ്രഹിക്കാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് ഹിദായത്ത് നഷ്ടപ്പെടില്ല. കാരണം ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, സൂറത്തുൽ ബഖറയുടെ 272-ാമത്തെ വചനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതുകൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കില്ല. നമുക്കറിയാം, അബൂ താലിബിൻ്റെ ചരിത്രം നേരത്തെ നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും സൂറത്തുൽ ഖസസിൻ്റെ 56-ാമത്തെ വചനം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറയുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ ഹിദായത്ത് ലഭിക്കില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അതിനുള്ള അധികാരം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെ ഭാവി അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ പറയുന്നതിലുള്ള യുക്തി, മുന്നോട്ടുള്ള ചരിത്രം വെച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരല്പം കഴിയുമ്പോൾ ഉഹദിൽ പങ്കെടുത്ത നിരവധി അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. എന്തിനേറെ, ആ ഉഹദ് യുദ്ധത്തിൽ ശത്രു സംഘത്തെ നയിച്ച പ്രധാനപ്പെട്ട 3 ലീഡർമാർ, അബൂ സുഫിയാൻ, അതേപോലെ തന്നെ ഖാലിദ് ഇബ്നുൽ വലീദ്, ഇക്രിമ ഇബ്നു അബീ ജഹൽ, ഈ 3 ആളുകളായിരുന്നു ശത്രു സംഘത്തിൻ്റെ നേതാക്കൾ. ഈ 3 ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി പിന്നീട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണ് മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ മനോഹരമായിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ബദറിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുക വഴി അവിടെ വലിയൊരു പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് നൽകുന്നതെന്നാന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്വാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ അതോറിറ്റി. റസൂലുള്ളാഹി എന്താണോ കൽപ്പിക്കുന്നത് അത് അപ്പടി നമ്മൾ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. സൂറത്ത് നിസാഇൻ്റെ 80-ാമത്തെ വചനത്തിൽ, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്,
ആരെങ്കിലും റസൂലുള്ളാഹിനെ അനുസരിച്ചാൽ അവർ അള്ളാഹിനെ അനുസരിക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്കുള്ള വഴി അത് റസൂലുള്ളാഹിയാണ്. റസൂലുള്ള എന്ത് പറഞ്ഞു അത് അപ്പടി അനുസരിക്കുക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ എല്ലാ ഏറ്റവും വലിയ അതോറിറ്റി, അതിന് മീതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ തിരുത്താനുള്ള അധികാരമുള്ളൂ എന്നുള്ള ആ ഒരു വലിയ പാഠം അവിടെ ആ ഒരു പാഠം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക വഴി ഒരു സൃഷ്ടി എന്നുള്ള റസൂലുള്ളാഹി ഏറ്റവും അഷ്റഫുൽ ഖൽഖാണ്, ഏറ്റവും ഉന്നത സൃഷ്ടിയാണ്. പക്ഷേ എത്ര ഉന്നത സൃഷ്ടിയായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അബ്ദാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. അപ്പോൾ സൃഷ്ടാവ് വേറെ, സൃഷ്ടി വേറെ. അത് കൃത്യമായിട്ട് ആ ഒരു വ്യത്യാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ എല്ലാം പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കാനുള്ള കാരണം മുൻകാലത്തുള്ള സമൂഹം, പ്രത്യേകിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതക്കെല്ലാം സംഭവിച്ചത്, അവർ ഒരു പ്രവാചകനെ അവർ ഉയർത്തി ദൈവിക സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള തിരുത്തലുകളിലെല്ലാം വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഒരു സാധ്യതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. റസൂലുള്ളാഹിക്ക് മീതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ള ആ മനോഹരമായിട്ടുള്ള പാഠം. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ രൂപത്തിൽ റസൂലുള്ളാഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാറ്റി പറഞ്ഞു. തുബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ ആ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ഓ അല്ലാഹ്, ഈ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണേ, കാരണം അവർ അറിവില്ലാത്തവരാണ്, അറിവില്ലായ്മ കാരണമാണ് അവരിതെല്ലാം ചെയ്തത്, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ ഉപദ്രവിച്ച ആ ജനതയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ രൂപത്തിൽ മുറിവേൽക്കേണ്ടി വന്നത്? അതിലുള്ള പാഠം ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ പരിക്കേറ്റ ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ സമീപത്ത് ആരും ഉണ്ടായിരുന്നില്ലേ? സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാളുകൾ സഅദ് റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ ത്വൽഹാ റളിയല്ലാഹു അൻഹു ആ സന്ദർഭങ്ങളിലുടനീളം റസൂലുള്ളാഹിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉഹദിൽ റസൂലുള്ളാഹിനെ ഏറ്റവും സംരക്ഷിച്ച വ്യക്തി അത് ത്വൽഹാ റളിയല്ലാഹു അൻഹു ആണ്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിൻകാലഘട്ടത്തെ എപ്പോൾ ഉഹദിനെ സംബന്ധിച്ച് കേട്ടാലും ഉടനെ പറയും അത് ത്വൽഹയുടെ ദിനായിരുന്നു. ആ രൂപത്തിലാണ് ഉഹദിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിൻകാലഘട്ടത്തെ അനുസ്മരിക്കുന്നത്. ആ രൂപത്തിൽ പറയാനുള്ള കാരണം, ഉഹദിൽ മറ്റാരും റസൂലുള്ളാഹിൻ്റെ സമീപത്തില്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ നിന്ന് റസൂലുള്ളാഹിക്ക് നേരെ വരുന്ന അമ്പുകൾ സ്വന്തം ശരീരം ഉപയോഗിച്ചുകൊണ്ട് ത്വൽഹാ റളിയല്ലാഹു അൻഹു തടുക്കുന്നുണ്ടായിരുന്നു. ആ യുദ്ധരംഗത്തുടനീളം ഒരു പാറ പോലെ ഉറച്ചു നിന്ന് പല സന്ദർഭത്തിൽ റസൂലുള്ളാഹി ആ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിലായിരുന്നു അഭയം പ്രാപിച്ചത്. റസൂലുള്ളാഹിക്ക് നേരെ വരുന്ന ശത്രുക്കളെ എല്ലാം ത്വൽഹാ റളിയല്ലാഹു അൻഹു നിരന്തരം തുരുതുരെ അമ്പ് ചെയ്ത് തുരത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം റസൂലുള്ളാഹിക്ക് ഈ രൂപത്തിലുള്ള പരിക്കെല്ലാം പറ്റി ക്ഷീണിതനായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഒരു മലമുകളിലേക്ക് കയറുന്നുണ്ട്. ആ മലമുകളിൽ കയറാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ളൊരു പാറപ്പുറത്തേക്ക് കയറാൻ റസൂലുള്ളാഹിക്ക് കഴിയുന്നില്ല. തുർമുദി തിരിക്കുന്ന ഹസനായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, ആ സന്ദർഭത്തിലും ത്വൽഹ ഓടി വന്ന് അവിടെ ഇരുന്നു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ ചവിട്ടിക്കൊണ്ടാണ് ആ പാറപ്പുറത്തേക്ക് കയറുന്നത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഔജബ ത്വൽഹാ റളിയല്ലാഹു അൻഹു ആ സ്വർഗം ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഗുഹ അല്ലെങ്കിൽ ആ പാറ ഇടുക്കിലേക്ക് റസൂലുള്ളാഹി കയറി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും, ഉഹദ് സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിന്ന് ആ പാറ ഇടുക്ക് പല സന്ദർഭത്തിൽ നമ്മൾ പോയി സന്ദർശിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ആ പാറ ഇടുക്കിൽ നിർത്തി ത്വൽഹാ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രതിരോധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് നേരെ വരുന്ന അമ്പുകളെല്ലാം ത്വൽഹാ റളിയല്ലാഹു അൻഹു ശരീരം കൊണ്ടും മറ്റുമായിട്ട് തടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സന്ദർഭത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വന്നൊരു വെട്ട് ത്വൽഹാ റളിയല്ലാഹു അൻഹു കൈകൊണ്ട് തടുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവിരലുകൾ മുറിഞ്ഞു പോവാണ്. അപ്പോൾ ആ വേദന കാരണം ത്വൽഹാ റളിയല്ലാഹു അൻഹു ഹിസ്, അതായത് ആ വേദന കാരണം ആ രൂപത്തിൽ പ്രതികരിച്ചു. ഉടനെ തന്നെ റസൂലുള്ളാഹി ആ പിറകിൽ നിന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ഓ ത്വൽഹാ ലൗ ഖുൽത ബിസ്മില്ലാ ലറഫഅത്തിൽ മലായികത്തു വന്നാസു യൻദുറൂൻ. ഓ ത്വൽഹാ, നിങ്ങൾ ആ രൂപത്തിൽ പറയുന്നതിന് പകരം നിങ്ങൾ ബിസ്മില്ല എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഈ ആളുകളെല്ലാം നോക്കി നിൽക്കെ മലക്കുകൾ താങ്കളെ വാനലോകത്തേക്ക് ഉയർത്തുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ രൂപത്തിൽ പ്രതികരിക്കുന്നതായിട്ടെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബുഖാരിയിൽ കടന്നു വരുന്ന മറ്റൊരു ദ്രണയിൽ ത്വൽഹാ റളിയല്ലാഹു അൻഹു ആ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുദ്ധത്തിൻ്റെ ഗതി അറിയാൻ വേണ്ടി ആ പാറയിടുക്കിൽ നിന്ന് റസൂലിൽ നിന്ന് എത്തി നോക്കിയ സന്ദർഭത്തിൽ ത്വൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ പ്രവാചകരെ, ബി അബി അൻത വ ഉമ്മി, എൻ്റെ മാതാപിതാക്കളെ ഞാൻ താങ്കൾക്ക് സമർപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഓ പ്രവാചകർ, അങ്ങനെ നിങ്ങൾ നോക്കല്ലേ,
ശത്രുക്കളുടെ അമ്പെങ്ങാനും വന്ന് താങ്കളുടെ ശരീരത്തിൽ വന്ന് പതിക്കുമെന്ന് ഞാൻ ഭയപ്പെടാണ്. അതിനുശേഷം പ്രസിദ്ധമായിട്ടുള്ള ആ ഫ്രേസ് ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നഹ്രി ദൂന നഹ്രിക യാ റസൂലുള്ളാഹ്. ഓ പ്രവാചകരെ, നിങ്ങളുടെ ചെസ്റ്റിന് പകരം എൻ്റെ ചെസ്റ്റ് ഇവിടെയുണ്ട്. എൻ്റെ മാറിടം നൽകി ഞാൻ നിങ്ങളെ പ്രതിരോധിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാനും സന്നദ്ധനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ രൂപത്തിൽ നോക്കല്ലേ എന്ന് ത്വൽഹാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്. ആ രൂപത്തിൽ റസൂലുള്ളാഹിനെ ശക്തമായിട്ട് ഉഹുദിൻ്റെ ആ യുദ്ധത്തിലുടനീളം ത്വൽഹാ റളിയല്ലാഹു അൻഹു പ്രതിരോധിക്കാൻ. എത്രത്തോളം എന്ന് വെച്ചാൽ ഉഹുദിന് ശേഷമുള്ള യുദ്ധങ്ങളുടെ ചരിത്രത്തിലൊന്നും ഈ രൂപത്തിലുള്ള ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീര പോരാട്ട ചരിത്രം കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഉഹുദിൽ റസൂലുള്ളാഹിനെ പ്രതിരോധിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈ തന്നെ തളർന്നു പോയിരുന്നു. സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം കടന്നു വരുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഖൈസ് ബിൻ അബി ഹാസിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉഹുദ് ദിനം റസൂലുള്ളാഹിനെ പ്രതിരോധിച്ചത് കാരണം ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കൈ തളർന്നു പോയി എന്നുള്ളതാണ്. ആ രൂപത്തിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ കൈ. ഉഹുദിൻ്റെ ആ യുദ്ധത്തിലുടനീളം റസൂലുള്ളാഹിനെ പ്രതിരോധിച്ച് പിന്നീട് നമ്മൾ ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നോക്കുന്ന സന്ദർഭത്തിൽ അവസാനം ഒരല്പം സ്വഹാബികളാണ് ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ കൂടെയുള്ളത്. പിന്നീട് മറ്റുള്ള ആളുകളെല്ലാം റസൂലുള്ളാഹിനെ കണ്ടെത്തിയ ആ ഒരു സന്ദർഭത്തിൽ അവരടുത്ത് വന്നു നോക്കിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ സമീപത്തായിട്ട് ആ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ആ ശുശ്രൂഷ നൽകാൻ വേണ്ടി. അങ്ങനെ അവർ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയി നോക്കിയ സന്ദർഭത്തിൽ നിരവധി ശരീരത്തിലുടനീളം നിരവധി വെട്ടുകളും മുറിവുകളായിട്ട് അവിടെ കിടക്കുകയാണ്. അങ്ങനെ അവർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചില വാക്കുകൾ പറയുന്നുണ്ട്. തുർമുദി ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർള് ഫൽയൻദുർ ത്വൽഹാ ഇബ്നു ഉബൈദില്ല. ആരെങ്കിലും ഭൂമിയിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഷഹീദിനെ ആർക്കെങ്കിലും കാണണമെങ്കിൽ അവർ ത്വൽഹയിലേക്ക് നോക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ആ ജീവിക്കുന്ന രക്തസാക്ഷിയായി ത്വൽഹാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ഉഹുദ് യുദ്ധത്തിലുടനീളം റസൂലുള്ളാഹിനെ പ്രതിരോധിക്കുകയാണ്. അതേപോലെ തന്നെ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ റസൂലുള്ളാഹിനെ ഡിഫെൻഡ് ചെയ്ത മറ്റൊരു സ്വഹാബി നേരത്തെ നമ്മൾ പറഞ്ഞു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ധീരനായിട്ടുള്ളൊരു പോരാളിയാണ്. അത് മാത്രമല്ല നല്ലൊരു അമ്പെയ്ത്തുകാരനാണ്. ത്വൽഹാ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് സഅദ് റളിയല്ലാഹു അൻഹുമായിട്ട് രണ്ടാളും നിന്നാണ് റസൂലുള്ളാഹിനെ അമ്പെയ്ത് പ്രതിരോധിച്ചത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലും ആ അമ്പുകൾ പെറുക്കിയെടുത്ത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്നുണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ ഒരു ശത്രു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ കുതിച്ചു വന്ന ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് നിന്നൊരു അമ്പെടുത്ത് സഅദ് റളിയല്ലാഹു അൻഹുവിന് നൽകിക്കൊണ്ട് പറയുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ, ഇർമിയ സഅദ് ഫിദാക അബി വ ഉമ്മി, ഓ സഅദ് നിങ്ങൾ അമ്പെയ്യുക, എൻ്റെ മാതാപിതാക്കളെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ട് പറയാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്രൈസ് സീറയിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ഇങ്ങോട്ട് പറഞ്ഞതായിട്ട് നമ്മൾ കാണുകയുള്ളൂ. നേരത്തെ ത്വൽഹാ റളിയല്ലാഹു അൻഹു സമാനമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് എൻ്റെ മാതാപിതാക്കളെ ഞാൻ നിങ്ങൾക്ക് പകരം നൽകാമെന്ന് റസൂലുള്ളാഹി അങ്ങോട്ട് പറഞ്ഞ ഏക സ്വഹാബി അത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയാണത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തുർമുദി ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട്, മാ ജമഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബാഹു വ ഉമ്മുഹു ലി അഹദിൻ ഇല്ലാ ലി സഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിനല്ലാതെ ഒരാൾക്കും മാതാപിതാക്കളെ ബലി അർപ്പിക്കാമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ രൂപത്തിൽ ഒരേ ഒരു വാക്ക് റസൂലുള്ളാഹി പറഞ്ഞത് അത് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് മാത്രമാണ്. അപ്പോൾ ഈ രൂപത്തിൽ ശക്തമായി അമ്പെയ്ത് സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ അവിടെ റസൂലുള്ളാഹിനെ സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ പ്രതിരോധിക്കുന്നതിന് ഇടയിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കണ്ട വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലെല്ലാം കടന്നു വരുന്നൊരു ഹദീസിൽ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിനെ ആ രൂപത്തിൽ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് അൻ യമീനി വ അൻ ഷിമാലിഹി, റസൂലുള്ളാഹിൻ്റെ ഇടതും വലതുമായിട്ട് രണ്ടാളുകൾ, റജുലൈനി അലൈഹിമാ സിയാബുൻ ബയാൽ, ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള തൂവെള്ള വസ്ത്രം ധരിച്ച രണ്ടാളുകളെ എനിക്ക് കാണാൻ സാധിച്ചു. അവർ ശക്തമായിട്ട് അവിടെ നിന്ന് പോരാടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മാ റഅയ്തുഹുമാ ഖബ്ല വലാ ബഅദ്, ആ രണ്ടാളുകളെ ഞാൻ മുമ്പോ ശേഷമോ അവരെ എവിടെയും കണ്ടിട്ടില്ല. അത് യഥാർത്ഥത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഈ രണ്ട് മലക്കുകളായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നൊരു ചോദ്യം, ഈ രൂപത്തിൽ മലക്കുകൾ സംരക്ഷിച്ചിട്ടും പിന്നീട് എങ്ങനെയാണ് റസൂലുള്ളാഹിക്ക് മുറിവേറ്റത്? ആ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ റമളാനിലെല്ലാം മലക്കുകളെ സംബന്ധിച്ച് സംസാരിച്ച സന്ദർഭത്തിൽ ഓർക്കുന്നുണ്ടാകും, യഥാർത്ഥത്തിൽ
ഹഫ്ലത്തിനുള്ള സംരക്ഷണത്തിനുള്ള മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വരുന്ന സന്ദർഭത്തിൽ ആ മലക്കുകൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഈ യുദ്ധക്കളത്തിൽ ഈ രൂപത്തിൽ ചില പരിക്കുകൾ ഏൽക്കണമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള യുക്തി അള്ളാഹു ആലം. പക്ഷേ ചില പാഠങ്ങൾ തീർച്ചയായിട്ടും അതിലുള്ള ചില യുക്തിയും പാഠങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അവസാനമായിട്ട് സൂചിപ്പിക്കുക. ഒന്നാമതായിട്ട് ഇപ്പോൾ റസൂലുള്ള ഒരു വിഭാഗം ആളുകൾക്ക് തുടക്കത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. അവർ അനുസരണക്കേട് കാണിച്ചതിൻ്റെ നിമിത്തമാണ്. സൂറത്ത് ആൽ ഇംറാൻ്റെ 152 ആയത്തെല്ലാം ഇവിടെ ചേർത്ത് വെക്കുക. ഹത്താ ഇദാ ഫശിൽതും വ തനാസഅതും ഫിൽ അംരി വ അസൈതും. അവരുടെ അനുസരണക്കേടിൻ്റെ നിമിത്തം അതിൻ്റെ ഫലം മുഴുവൻ ആളുകൾ അനുഭവിക്കേണ്ടി വരാൻ പല സന്ദർഭത്തിൽ ആ രൂപത്തിലാണ്. സമൂഹത്തിൽ എത്ര നല്ല ആളുകളായാലും അത് അഷ്റഫുൽ ഖൽഖായിട്ടുള്ള റസൂലുള്ള ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഇതേ രൂപത്തിൽ ഒരു വിഭാഗം ആളുകളുടെ പ്രവൃത്തി അതിൻ്റെ അനന്തരഫലം അത് മുഴുവൻ ആളുകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷേ ആ അനുഭവിച്ച ആളുകൾ, നല്ല ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ള. അവിടെയും റസൂലുള്ള ഒരു കപ്പലായിട്ട് ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ള ഹദീസ് പറയുന്നുണ്ട്. കപ്പലിൽ ഒരു വിഭാഗം ആളുകൾ, ചെറിയൊരു വിഭാഗം ആളുകൾ പോയി കപ്പലിൻ്റെ അടിയിൽ തുളയുണ്ടാക്കുന്ന മറ്റുള്ള ആളുകൾ അതിൻ്റെ ഫലം വരുന്ന സന്ദർഭത്തിൽ ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും അനുഭവിക്കേണ്ടി വരാൻ. രണ്ടാമതായിട്ട് വിജയം എന്നുള്ളത് അത് ത്യാഗത്തിലൂടെ അല്ലെങ്കിൽ പരിശ്രമങ്ങളിലൂടെ നേടിയെടുക്കേണ്ടതാണ്. അത് ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫ്രീ ആയിട്ട് നൽകില്ല എന്നുള്ളതാണ്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹബീബായിട്ടുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ ഏറ്റവും നല്ല സൃഷ്ടിയായിട്ടുള്ള അഷ്റഫുൽ ഖൽഖായിട്ടുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും, അതേപോലെ തന്നെ ഏറ്റവും നല്ല ഉമ്മത്ത് ഖൈറു ഉമ്മത്തായിട്ടുള്ള അവർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ത്യാഗത്തിലൂടെ അല്ലെങ്കിൽ പരിശ്രമങ്ങളിലൂടെ മാത്രമേ വിജയം നൽകിയിട്ടുള്ളൂ. അത് മറ്റുള്ള ആളുകൾക്ക് നൽകുന്ന പ്രചോദനം എത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും അവസാനം വിജയിക്കുന്നുണ്ട്. പക്ഷേ ആ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളിൽ ഒന്നായിരുന്നു ഉഹദ്. ഈ രൂപത്തിലുള്ള ത്യാഗങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ നമ്മളെ പഠിപ്പിച്ചു, പ്രവാചകന്മാരായിട്ടുള്ള ആളുകൾ അവർ അശദ്ദുന്നാസി ബലാ അൽ അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അടുത്ത പ്രവാചകന്മാരായിരിക്കും. അപ്പോൾ ആ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഒന്നായിരുന്നു ഇത്. അത് മാത്രമല്ല, ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമാണ് വിജയം. അത് ഈ ലോകത്തും പരലോകത്തും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സൂറത്തുൽ ബഖറയുടെ 214 വചനം അവിടെ ചേർത്ത് വായിക്കുക. അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുൻഗാമികളായിട്ടുള്ള ആളുകൾ കടന്നു പോയതുപോലെയുള്ള ആ രൂപത്തിലുള്ള ത്യാഗങ്ങളുടെ കടന്നു പോകാതെ നിങ്ങൾക്ക് ആ സ്വർഗം ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പം ദീൻ്റെ മാർഗത്തിൽ നമ്മുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളെല്ലാം ഇത്രയേറെ ത്യാഗം അവർ പോലും സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ത്യാഗം, മുന്നോട്ടുള്ള ആളുകളുടെ ത്യാഗമെല്ലാം വളരെ എളുപ്പമായിട്ട് മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അടുത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുയായികൾക്ക് ആ രൂപത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അനുഭവിക്കുന്നതെല്ലാം എന്താണ്? ആ രൂപത്തിൽ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അതിനെ നിസ്സാരമായിട്ട് കാണാം, അല്ലെങ്കിൽ അവിടെ ക്ഷമ കണ്ടെത്താനുള്ള വലിയൊരു ആശ്വാസമായിട്ട് ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് വല്ലാത്തൊരു ഊർജ്ജമാണ് നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സന്താനം നഷ്ടപ്പെട്ട 1-2 സന്താനങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെല്ലാം, വിശ്വാസികളായിട്ടുള്ള ഈമാനുള്ള ആളുകൾ പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 സന്താനങ്ങളെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ 5 കുട്ടികളെ കൈകൊണ്ട് റസൂലുള്ള ഖബറിലേക്ക് എടുത്തു വെക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയേറെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട ആ റസൂലുള്ള ആ രൂപത്തിലായിരുന്നെങ്കിൽ പിന്നെ ഞാനെല്ലാം ഈ അനുഭവിക്കുന്നത് ഒന്നുമല്ല എന്ന് ആ രൂപത്തിൽ സമാധാനം കണ്ടെത്താറുണ്ട്. അപ്പോൾ ഇത്തരം ചരിത്രങ്ങളെല്ലാം ആ രൂപത്തിൽ വലിയൊരു ഊർജ്ജമാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. അതാണ് അതിലുള്ള മറ്റൊരു യുക്തി. അതേപോലെ തന്നെ മൂന്നാമതായി ഉഹദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളി കേൾക്കാതെ അവർ ഓടുകയാണ്. സൂറത്ത് ആൽ ഇംറാൻ്റെ 153 വചനം, ഇത് തുസ്ഇദൂന വലാ തലൂന അലാ അഹദിൻ വറസൂലു യദ്ഉക്കും ഫി ഉഖ്റാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ആ വിളി കേൾക്കാതെ അവർ ഓടുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അസാബക്കും ഗമ്മം ബി ഗമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ഫലമായിട്ട് ദുഃഖത്തിന് മീതെ ദുഃഖം അനുഭവിക്കേണ്ടി വരാൻ. അപ്പോൾ അവിടെ ആ യുദ്ധക്കളത്തിൽ റസൂലുള്ള വിളിച്ചത് ആ വിളി കേൾക്കാത്തത് മാത്രമല്ല, അവിടെ നമുക്കുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ജീവിതത്തിലുടനീളം നമ്മൾ നഫ്സുമായിട്ട് സംഘട്ടനത്തിലാണ്. നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ നഫ്സ് നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ആ സന്ദർഭങ്ങളിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പിറകിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമെല്ലാം നമ്മളെ വിളിക്കുന്നുണ്ട്. ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകാതെ നമ്മൾ പുറംതിരിഞ്ഞു പോവുകയാണെങ്കിൽ
നമ്മളെയും ഫഅസാബക്കും ഗമ്മം ബിഗം, നമ്മളെയും ഈ ദുനിയാവിൽ ആ ദുഃഖം, ആ ദുനിയാവിലും ആഖിറത്തിലും ആ ദുഃഖം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ചേർത്ത് വായിക്കേണ്ട ഒരു വചനം സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഓ വിശ്വാസികളെ, ജീവൻ നൽകുന്ന സന്ദേശത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഅാകും, നിങ്ങളെ വിളിക്കുന്ന സന്ദർഭത്തിൽ ഇസ്തജീബു, നിങ്ങൾ ഉത്തരം നൽകുക. നിങ്ങൾ ഉത്തരം നൽകുക. ആ ഉത്തരം നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ആ സമാധാനം കണ്ടെത്താൻ സാധിക്കും. അതല്ല, നിങ്ങൾ ആ വിളി കേൾക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വാഹയുടെ 124-ാമത്തെ വചനത്തിൽ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ രൂപത്തിൽ പിന്തിരിഞ്ഞു പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധ്യാപനങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മഈശതൻ ദൻക, കുടുസായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അവർക്ക് ഈ ദുനിയാവിലുണ്ടാവുക. ഈ ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിൽ അതിനേക്കാൾ ഉപരി ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അവസാനമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ അവർക്ക് വിജയം നൽകിയിരുന്നു, വലഖദ് സ്വദഖക്കുമുല്ലാഹു വഅദ. അതിനുശേഷം അത് നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ ശത്രുക്കൾ അവർക്ക് മീതെ ആധിപത്യം നേടാനുള്ള കാരണം ഒന്ന് ഭിന്നത, അതേപോലെ തന്നെ അനുസരണക്കേട്, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം 152-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കൂടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്, മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദുൽ ആഖിറ. നിങ്ങളിൽ ചില ആളുകൾ ഇഹലോകത്തേക്ക് ചായ്ഞ്ഞ്, അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ചു, മറ്റുള്ള ആളുകൾ പരലോകത്തെയും ലക്ഷ്യം വെക്കുന്നവരുണ്ടായിരുന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുതിയതായിട്ട്, അതായത് ചില വേണ്ടത്ര സംസ്കരണം ലഭിച്ചിട്ടില്ലാത്ത ചില ആളുകൾ, അവരാ ഗനീമത്ത് കണ്ട സന്ദർഭത്തിൽ ദുനിയാവിലേക്കൊരൽപ്പം, അല്ലെങ്കിൽ ആ സമ്പത്ത് കണ്ട സന്ദർഭത്തിൽ അതിലേക്കൊരൽപ്പം ചായ്ഞ്ഞു. അതാണ് ശത്രുക്കൾ നിങ്ങളുടെ മീതെ ആധിപത്യം നേടാനുള്ളൊരു കാരണം. അപ്പം അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇഹലോകം ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെന്ന് ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട ആയത്ത് അവതരിപ്പിച്ച സന്ദർഭത്തിലാണ് ഞങ്ങളറിഞ്ഞത്. ആ രൂപത്തിലുള്ള ചില ചിന്താഗതി ഒരല്പമെങ്കിലും ഞങ്ങളിൽ ഉണ്ടെന്ന് ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വീഴ്ച അവരെ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താണ്, അവർക്ക് നൽകുന്ന തെർബിയത്താണ്. ആയത്തിൻ്റെ അവസാനം വളരെ കൃത്യമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് അഫ അൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്കുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കേൾക്കാതെ ദുനിയാവിലേക്ക് ഒരല്പം ചായ്ഞ്ഞ സന്ദർഭത്തിൽ ആ രൂപത്തിൽ ശത്രുക്കൾ അവരുടെ മീതെ ആധിപത്യം നേടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്ത് ഒരു കാലത്ത് ശത്രുക്കൾ മുഴുവൻ അവരെ അധീനപ്പെടുത്തും, അല്ലെങ്കിൽ ശത്രുക്കൾ അവരെ വിഭജിച്ചെടുക്കും. ആ സന്ദർഭത്തിൽ അവർ എണ്ണത്തിൽ ഒരുപാടായിരിക്കും, പക്ഷേ അവർ ഈ രൂപത്തിൽ കടലിലെ നുരകളെപ്പോലെയാകും. കാരണം അത്രയും വീക്കായിരിക്കും വിശ്വാസികൾ എന്നുള്ള. സമകാലിക ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ ആ ഒരു അവസ്ഥയെല്ലാം നമ്മൾ ഇതുമായിട്ട് ചേർത്ത് വായിക്കുക. അവിടെയും സ്വഹാബികൾ ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കാരണം ആയിട്ട് ഹദീസിൽ പറയുന്നത് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള ആ ഒരു ഭ്രമം, അല്ലെങ്കിൽ അതേപോലെ തന്നെ കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള ഹുബ്ബും, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും കാരണമായിട്ട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെയും ഈ ഒരു സംഭവമായിട്ട് ആ ഹദീസ് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണത്തിലുടനീളം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആല ഇമ്രാനാണ്. ഈ ഒരു വിഷയത്തിൻ്റെ പഠനത്തിന് വേണ്ടി ആ സൂറത്തിൻ്റെ തഫ്സീറുകൾ പരിശോധിച്ച സന്ദർഭത്തിൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. സൂറത്ത് ആല ഇമ്രാൻ്റെ ഘടന നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ആ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്തുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഭാഗം ചർച്ച ചെയ്യുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഏറ്റവും വിശദമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലം സൂറത്ത് ആല ഇമ്രാനാണ്. സൂറത്ത് മറിയമുണ്ട്, പക്ഷേ അതിനേക്കാൾ വിശദമായിട്ടാണ് സൂറത്ത് ആല ഇമ്രാൻ്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം പരാമർശിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ പിന്നീട് രണ്ടാമത്തെ വിഷയമായിട്ട് വരുന്നത്, പിന്നീട് വിശദമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് മുഴുവൻ ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട 60-ലധികം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടാമതായിട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം പിന്നീട് ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്നു. അത് രണ്ടും തമ്മിലുള്ള
ഒരു കണക്ഷൻ അത്ഭുതമാണ്. എന്താണെന്ന് വെച്ചാൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ മരണത്തെക്കുറിച്ചൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഏക പ്രവാചകൻ അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അനുയായികൾ വലിയ സംശയത്തിലാണ്. സൂറത്തു നിസാഇൻ്റെ 157 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ലഫീ ശക്കിൻ മിൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇനി നമ്മൾ ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിലും ഉഹുദിൻ്റെ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബന്ധപ്പെട്ട് അതേ സംഭവം ഉഹുദിൻ്റെ രണാങ്കണത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരല്പം ആളുകൾ അവർ റസൂലുള്ളാഹിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ ഖുത്തില മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്നുള്ളൊരു കിംവദന്തി, ഒരു കൺഫ്യൂഷൻ ഉഹുദിൻ്റെ യുദ്ധക്കളത്തിൽ സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ പിന്നീട് സംഭവിച്ചത് ഇസ്രായേലിയാത്ത് സ്രോതസ്സുകൾ അതേപോലെ തന്നെ തഫ്സീറുകളെല്ലാം കാണാൻ സാധിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്ന് കരുതി അവർ മറ്റൊരാളെ വധിക്കുന്നുണ്ട്. ഉഹുദിലും സമാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ സ്വന്തം സമൂഹം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സ്വന്തം സമൂഹം, ആ റോമക്കാർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാൻ വേണ്ടി അവസാനമായി വന്ന സന്ദർഭത്തിൽ എണ്ണപ്പെട്ട അനുയായികൾ മാത്രമായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഖാലമൻ അൻസ്വാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. അവിടെയും അൻസാർ എന്നുള്ള പദം പോലും കാണാൻ സാധിക്കും. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വന്തം ജനത മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനമായിട്ട് ഉഹുദിൻ്റെ ആ പടക്കളത്തിൽ വധിക്കാൻ വരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ കേവലം നേരത്തെ നമ്മൾ പറഞ്ഞു എണ്ണപ്പെട്ട അനുയായികൾ 9 ആളുകൾ മാത്രമായിരുന്നു റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതിനും പുറമെ പിന്നീട് ഇസ്രായേലിയാത്ത് സ്രോതസ്സുകൾ പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ ഉപദ്രവിച്ച് ശരീരത്തിൽ നിന്ന് രക്തമെല്ലാം വന്ന സന്ദർഭത്തിൽ ഈസാ നബി പറയുന്നതായിട്ട് പുതിയ നിയമത്തിൽ വായിക്കാൻ സാധിക്കും, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് നീ ക്ഷമിക്കണേ. നേരത്തെ ഉഹുദിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് മുറിവേറ്റ് ആ മുഖത്ത് നിന്ന് രക്തം തുടച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില വാക്കുകൾ, അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫ ഇന്നഹും ലാ യഅലമൂൻ. ഓ അല്ലാഹ് ഇവർക്ക് പുറത്തു കൊടുക്കണേ, ഇവർ അറിവില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ സാമ്യതകൾ പറയാനുള്ള കാരണം ഇനി ഉഹുദായിട്ട് ബന്ധപ്പെട്ട് സൂറത്ത് ആലി ഇമ്രാനിൽ കടന്നു വരുന്ന ആ വചനങ്ങൾ അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു ചരിത്രം മനസ്സിൽ വെച്ചൊന്ന് വായിച്ചു നോക്കുക. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ ചരിത്രത്തിൻ്റെ ആ 2 വശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. ഇപ്പോൾ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് ചില വാക്യങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്തി. 128 വചനത്തിൽ ലൈസ ലക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. ഓ പ്രവാചകരെ, കാര്യങ്ങളുടെ തീരുമാനത്തിൽ താങ്കൾക്കൊരു അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ ശിക്ഷിക്കും. അവിടെ മറുവശത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ചാൽ പൂർണ്ണമായിട്ടുള്ള പാപമോചനം, ആ രൂപത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. ആ രൂപത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവിക പദവിയിലേക്ക് അവർ ഉയർത്തിയിരിക്കുകയാണ്. അവിടെയും അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലില്ലാഹി മാഫി സമാവാതി വമാ ഫിൽ അർദ് യഗ്ഫിറു ലിമൻ യശാ വ യുഅദ്ദിബു മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അത് അള്ളാഹുവിൻ്റേതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേവലം ഒരു പ്രവാചകൻ മാത്രമായിരുന്നു. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ. അപ്പോൾ ഈ രൂപത്തിലുള്ള നിരവധി സാമ്യതകൾ ആ ഒരു സൂറത്തിലുടനീളം കാണാൻ സാധിക്കും. അത് ശ്രോതാക്കളുടെ ചിന്തക്കും പഠനത്തിനും വേണ്ടി വിട്ടുതരാണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞു വെച്ച ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ 2 സ്വഹാബികൾ മാത്രമാണ്, സഅദ് റളിയല്ലാഹു അൻഹു ത്വൽഹ റളിയല്ലാഹു അൻഹു മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിലുള്ളത്. ഏറെ വൈകാതെ തന്നെ മറ്റുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധക്കളത്തിൽ കണ്ടെത്തുന്നുണ്ട്. അവർ സന്തോഷത്തോടു കൂടെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വരുന്നതും വീണ്ടും റസൂലുള്ളാഹിനെ ശക്തമായി പ്രതിരോധിക്കുന്ന ഖതാദ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള അവരുടെ ധീരമായിട്ടുള്ള ചരിത്രമെല്ലാം ഉഹുദിൽ വരാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് അതെല്ലാം വിശദമായിട്ട് നമ്മൾ പരാമർശിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.